നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ അടുത്ത ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങളുടെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചില മാറ്റങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളെ പറ്റിയാണ്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ ഏഷ്യൻ കപ്പിലൊക്കെ നമ്മുടെ സ്ട്രൈക്കേഴ്സ് കാരണം ഗോൾ അടിച്ചിട്ടില്ല, ഇവൻ ചേത്രി ആണെങ്കിൽ കൂടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു വന്നുള്ള അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന, ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഐ ലീഗിൽ നിന്നുള്ള സ്ട്രൈക്കേഴ്സിനെ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം ISL സ്ട്രൈക്കേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഐ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സിന് അവിടെ ഗെയിം ടൈം കിട്ടുന്നുണ്ട്. ഇപ്പം ഐസ്വാളിൻ്റെ ലാൽറൺ സ്വാല 9 ഗോളുകൾ മറ്റോ സ്കോർ ചെയ്തു. ഡേവിഡ് മുഹമ്മദിൻ്റെ താരമാണ്, അദ്ദേഹം ഗെയിം ടൈമും സ്കോറിങ്ങും ഒക്കെ ചെയ്യുന്ന താരമാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളത്. അപ്പം ഇഗോർ സ്റ്റിമാച്ചിൻ്റെ ആയിട്ടുള്ളൊരു ചാറ്റ് എന്ന നിലയിൽ തന്നെ പുറത്തു വരുന്നൊരു കാര്യം അനുസരിച്ച് അദ്ദേഹം ഈ ഒരു അപ്രോച്ചിൽ ഒരു മാറ്റം വരുത്തുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഐ ലീഗിലെ സ്ട്രൈക്കേഴ്സിനെ ഒരുപക്ഷെ എടുത്തേക്കാം എന്നുള്ളത്. അതൊരു സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം സ്റ്റിമാച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഐ ലീഗ് കളിക്കുന്ന അല്ലെങ്കിൽ ISL കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇല്ല എന്നുള്ളത്. സോ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഐ ലീഗിൽ നിന്നൊരു പ്ലെയർ ISLലേക്ക് വരുമ്പോൾ കൂടുതൽ പ്ലെയേഴ്സും അത് പെട്ടെന്ന് അഡാപ്റ്റ് ആകുകയും ആ ഒരു ഇതിൽ കളിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ദി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ വെച്ചിട്ടായിരിക്കും കുവൈറ്റിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ജൂണിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നതാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ AFF ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഇവർ സ്റ്റിമാച്ചൊക്കെ ആയിട്ട് നടന്നത്. അപ്പോൾ അതിനുശേഷം വരുന്നൊരു കാര്യം, ഹൈദരാബാദിന് പുറമെ മഹാരാഷ്ട്ര, അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നീ FAകളും അല്ലെങ്കിൽ ഫുട്ബോൾ ഫെഡറേഷൻസും AFF-ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഹൈദരാബാദ് FAയുടെ പ്രസിഡന്റിനേക്ക് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഐ തിങ്ക് അത് നല്ല കാര്യമാണ്. കാരണം ഇതിൽ ഇപ്പോഴും ഒരു ഫൈനലൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ഗുഡ് തിങ്. ചിലപ്പം രണ്ട് കാര്യങ്ങളുണ്ടാകാം. ഇപ്പം ഇഗോർ സ്റ്റിമാച്ച് ആ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഫാൻ സപ്പോർട്ട്, പ്രത്യേകിച്ച് കുവൈറ്റ് പോലെ ഒരു ടീമിനെതിരെ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അതർവൈസ് ഇപ്പോൾ ഫാൻസിൻ്റെ തന്നെ ഒരു പ്രതിഷേധം ഉണ്ടാകും. കാരണം ഹൈദരാബാദിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എത്രത്തോളം മോശമാണ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ ആരാധകർ ഹൈദരാബാദിൻ്റെ മാച്ചിന് തന്നെ വളരെ കുറച്ച് ആരാധകരൊക്കെ വരുന്നുള്ളൂ. അവിടുത്തെ കണ്ടീഷൻസ് മോശമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൈദരാബാദിലേക്ക് എന്തിന് മാച്ച് കൊണ്ടുവന്നു? ഒരു പ്രോപ്പർ ബക്കറ്റ് സീറ്റ്സ് ഇങ്ങനെയൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു സ്റ്റേഡിയം എന്നുള്ള പരിഗണിക്കുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു മുംബൈ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആണെങ്കിൽ എന്താണെങ്കിലും ഹൈദരാബാദിനേക്കാൾ ബെറ്റർ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമായിരുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ പ്ലേയേഴ്സ് ബോയ്ക്കോട്ട് ചെയ്ത് കളിക്കാതിരിക്കുന്ന ഒരു കാര്യം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ ആദ്യ ഒരു റൗണ്ട്സിൽ ഒരു ഹ്യൂമിലിയേഷൻസ് എസ്പെഷ്യലി കുവൈറ്റിനെതിരെ പോലൊക്കെ ഒരു ഹ്യൂമിലിയേഷൻ നേരിടേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അവർ ആ ഒരു ബോയ്ക്കോട്ടൊക്കെ നിർത്തുന്നു, അവരുടെ പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്താൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് റിക്രൂട്ട്സ് ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ന്യൂസാണ്. കാരണം കുവൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു ആനുകൂല്യം അഫ്ഗാനിസ്ഥാനെതിരെ കിട്ടില്ല. പിന്നെ ഒരു ഹോം ഓക്കെ, പക്ഷേ എവേ കളിക്കേണ്ടത് എനിക്കൊന്ന് തജിക്കിസ്ഥാനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം അത് ഒരു ഇന്ത്യക്ക് അത്ര അനുകൂലമായിട്ടുള്ള ക്ലൈമറ്റോ സാഹചര്യമൊന്നും ആയിരിക്കില്ല, പ്രത്യേകിച്ച് അവരുടെ താരങ്ങൾ കൂടി തിരിച്ചെത്തുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 മത്സരങ്ങൾ അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത്. അപ്പം അവരുടെ ഒരു ബെസ്റ്റ് സ്ക്വാഡ്, അതിനോടൊപ്പം അവർ യൂറോപ്യൻ റിക്രൂട്ട്സ് വരെ ആഡ് ചെയ്യുന്നു. എതിരാളികളുടെ ഒരു ശക്തി കൂടുന്നതിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബട്ട് സ്റ്റിൽ പക്ഷേ കുവൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു ആനുകൂല്യം ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇതിപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഒരു മത്സരങ്ങൾ വരുന്നതിന് മുമ്പ് ചില മാറ്റങ്ങൾ സംഭവിച്ചു, അത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത് കാണിക്കുകയാണ് ഷാൻ സനി.